വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരാൻ പോകുന്ന ചേഞ്ചസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കും. കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. പേഷ്യൻസ്, ടോട്ടാലിറ്റി, friendliness, going with the flow, breakthrough, mind. ബോട്ടം ഓഫ് ദ ഡെക്ക് ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. Temperance, Knight of Pentacles, Six of Cups, Two of Swords, Hermit, Seven of Pentacles. ഡെത്ത് ആൻഡ് റീബർത്ത്. ബോട്ടം ഓഫ് ദ ഡെക്ക് വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. മീൻസ് അത്രയും ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന കാർഡ് നിങ്ങളിൽ ഇപ്പം നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ നിങ്ങളുടെ ചിന്താ രീതിയിൽ പോലും മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. മുന്നെയൊക്കെ നിങ്ങൾ ചിന്തിച്ചതുപോലെ ആയിരിക്കില്ല ഇപ്പം നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചില കാര്യങ്ങൾ സമീപിക്കുന്നതുമായിട്ടുള്ള എല്ലാതരം രീതിയിലും നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. മുന്നെയൊക്കെ നിങ്ങൾ ഒരു കാര്യത്തെ സമീപിച്ച രീതിയിലായിരിക്കില്ല ഈ സമയത്ത് നിങ്ങൾ സമീപിക്കുന്നത്. അതുപോലെ ഇനി വരുന്ന കാലത്തിലും നിങ്ങളുടെ ചിന്താരീതി, തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുറേ കാലം ക്ഷമയോടെ കൊണ്ട് നടന്ന ചില കാര്യങ്ങൾക്ക്, അതായത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് കരുതി ചില കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഒറ്റക്കായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചില ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. മീൻസ് ഒരു കൂട്ടായ്മയുടെ ഭാഗം മീൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ ഒറ്റക്കായിട്ട് ചെയ്യാൻ ധൈര്യമില്ലാതെ മാറ്റിവെച്ച കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ സോൾ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എനർജി മാച്ചായിട്ട് വരുന്ന ആൾക്കാർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അതാണ് ഇവിടെ ടോട്ടാലിറ്റി വന്നിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ് പേഷ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അതിനുശേഷം ടോട്ടാലിറ്റിയാണ് വന്നിട്ടുള്ളത്. മീൻസ് നിങ്ങളെ ആ ഒരു കാര്യത്തിന്, നിങ്ങൾ എന്തിനാണോ ഇത്രയും കാലം ക്ഷമയോടെ നിന്നത്, ആ കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ സോൾ കമ്മ്യൂണിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അതൊരു നിങ്ങൾ ഇപ്പം അതിൻ്റെ റൂട്ട് അവിടെ ആയിട്ടുണ്ട്, ഇനി അത് പുറത്തോട്ടേക്ക് വരികയേ വേണ്ടു. അതാണ് ഇവിടെ ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത്. മീൻസ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ എനർജി അവരുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ആരൊക്കെ നിങ്ങളെ ആ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണോ അവരൊക്കെ ആയിട്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ എനർജി കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ മാനിഫെസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു ടൈം മാത്രമേ വേണ്ടൂ. അത് ഓൾറെഡി മറ്റൊരു തലത്തിൽ അത് മാനിഫെസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, ഫുൾ എനർജിയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നൊരു കാർഡും വന്നിട്ടുണ്ട്. ഈ രണ്ട് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഈ സമയത്ത്
ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക, ലിവിങ് ഇൻ ദ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സമയം ഈ ഫുൾ കാർഡ് വന്നതുകൊണ്ട് നിങ്ങളിനി പഴയ കാര്യങ്ങളൊക്കെ മാറി, ഞാൻ പറഞ്ഞു നിങ്ങളുടെ തോട്ട് പ്രോസസ്സും അതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്ത് ശീലിച്ച കാര്യങ്ങളായിരിക്കില്ല. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നിങ്ങൾക്ക് ഒരു അനുഭവ പരിചയവും ഇല്ലാത്ത പല കാര്യങ്ങളിലേക്കാണ് ഇനി നിങ്ങൾ പോകാൻ പോകുന്നത്. ഒരു പരിചയവും ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ മുന്നോട്ടേക്ക് ഫിയറോടെ അല്ല നിങ്ങൾ പോകുന്നത്, നിങ്ങൾ അത്രയും ആത്മവിശ്വാസത്തോടെ കംപ്ലീറ്റ് ഡിവൈനിൽ സറണ്ടർ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരാൻ പോകുന്നത്. അതിനെ റിസീവ് ചെയ്യാനുള്ള എനർജിയിൽ നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ആ റിസീവിങ് എനർജിയിൽ നിൽക്കാനാണ് ഞാൻ പറഞ്ഞത് പ്രസൻറ്റിൽ ജീവിക്കുക, ലൈവായിട്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പാസ്റ്റിലുമല്ല ഫ്യൂച്ചറിലുമല്ല, നമ്മൾ അതിൻ്റെ മിഡിലാണുള്ളത്. അവിടെ സമയം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പഴയ കാലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ എനർജി അവിടെ ഭയങ്കര നെഗറ്റിവിറ്റിയിലാണ് ഉണ്ടാവുക. പാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫിയറാണ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ്. പാസ്റ്റ് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. നമുക്ക് ചില സമയം അവിടെ പേടിയുണ്ടാവും, ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ചില സമയത്ത് അത് നഷ്ടബോധമായിരിക്കും ഉണ്ടാവുക. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നുകിൽ നഷ്ടബോധം അല്ലെ ഫിയർ, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ചില സന്തോഷമായിട്ടുള്ള മൊമെൻ്റ് ഉണ്ടാകും. ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പാസ്റ്റ് എപ്പോഴും തിരിച്ചു കിട്ടാത്തതായതുകൊണ്ടും അതുപോലെ അവിടെ പോയിട്ട് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ടും അതെപ്പോഴും ഒന്നുകിൽ ഫിയർ ആയിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ നഷ്ടബോധമായിരിക്കും ഉണ്ടാക്കുക. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് പാസ്റ്റ് തിങ്ക് ചെയ്യുന്നത്. അതുപോലെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ആങ്സൈറ്റി ആയിരിക്കും, നമുക്ക് എപ്പോഴും ടെൻഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ നിങ്ങളുടെ എനർജി പോകാതെ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് അവയർനെസ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസീവിങ് എനർജി വരും. അപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു നല്ല കാര്യം ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് ആണ് ഹെർമിറ്റ് കാർഡ് കാണിക്കുന്നത്. അതുപോലെ ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്ന കാർഡും വേൾഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 കാർഡ്സ് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനെ കാണിക്കുന്നതാണ്. മീൻസ് നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് അവേക്കനിങ് സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ്, നിങ്ങൾക്ക് ഒരു വഴികാട്ടി, ഒരു വഴിവിളക്കായിട്ട് ഒരു എനർജി നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ നടത്തുന്നുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്താണെന്നറിയില്ല, പക്ഷെ ഒരു വഴിവിളക്കായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഒരു എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും വേണ്ടി ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഹെർമിറ്റ് കാർഡ്. ആ ഒരു എനർജീൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം നിങ്ങൾക്ക് ഈ സമയത്ത് സെൽഫ് റിയലൈസേഷൻ വരുന്നുണ്ട്. എന്താണോ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കംപ്ലീഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടാവും. ഒരു കംപ്ലീഷനാണ്, അതായത് നിങ്ങളുടെ പാസ്റ്റിലെ പല കാര്യങ്ങളും, ഇത്രകാലം നിങ്ങൾ വന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീഷൻ ഉണ്ടാവുന്നുണ്ട്. കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ അത് മോശമല്ല, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് ഒരു കാര്യം അവസാനിക്കുമ്പം അവിടെ പുതിയൊരു കാര്യം ജനിക്കുന്നതായിട്ടാണ് ഡെത്ത് ആൻഡ് റീബർത്ത് കാണിക്കുന്നത്. മീൻസ് അത് നിങ്ങൾ പോലും വിചാരിക്കാത്ത അത്രയും നല്ല കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് എക്സ്പീരിയൻസ് ആവാൻ പോകുന്നത്. സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷെ സ്ട്രഗിളിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതാണ്, ഒരിക്കലും നല്ലത് മാത്രമായിട്ട് നമുക്ക് ലൈഫ് ഉണ്ടാവില്ല. നമുക്ക് രണ്ടും മിക്സായിട്ട് പോയാൽ ആ ഒരു പ്രകൃതിയുടെ ബാലൻസ് ഉണ്ടാവും. പ്രകൃതി പോലും അങ്ങനെയാണ്. ഈ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് പോലും ആ ബാലൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലും ബാലൻസിന് വേണ്ടിയിട്ടാണ് ചില മോശ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് സന്തോഷം മാത്രമായിട്ടോ ദുഃഖം മാത്രമായിട്ടോ ആർക്കും ഉണ്ടാവില്ല. രണ്ടും ബാലൻസ് ചെയ്തിട്ട് പോകണം. അപ്പോൾ അത് ബാലൻസിങ് ആയിരിക്കും. അത് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ റീബേർത്ത് കാണിക്കുന്നുണ്ട്. മീൻസ് നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് അത്രയും ഉറപ്പിച്ചിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം, ഞാൻ പറയുന്ന സാഹചര്യമായിട്ട് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റീഡിങ് എടുക്കുക. പിന്നെ ചില കാര്യങ്ങൾ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതും എന്താണോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതും നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ചിലർക്ക് ഇവിടെ സ്റ്റക്കായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സ്റ്റക്ക് എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇതിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അതാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ടെമ്പറൻസ് കാർഡ്, 7 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. മീൻസ് നിങ്ങളൊരു എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് കരിയർ വൈസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വൈസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതാണ് നിങ്ങൾക്ക് ഒരു ബാലൻസിലേക്ക് വരുന്നത്. ആ വെയിറ്റിംഗ് എനർജി അവിടെ ബാലൻസ് ആയിട്ട്
ആ ചെയ്തതിൻ്റെ റിസൾട്ട് വരുന്നത്. എന്താണോ നമ്മൾ വർക്ക് ചെയ്തത്, നമ്മുടെ എനർജി എവിടെയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അതിൻ്റെ റിട്ടേൺ നമുക്ക് വരുമ്പോഴാണ് അതിൻ്റെ ബാലൻസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ ഒരു ബാലൻസ് വരുന്നത് ഞാനിവിടെ ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത്. ആ വെയിറ്റ് ഞാനിവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ കാര്യം ബാലൻസിലേക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് സ്ലോ ആണെങ്കിലും ഇനി വരുമ്പോൾ അത് സ്റ്റേബിൾ ആയിരിക്കും. അതിനെയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. ഈ കാർഡൊക്കെ പല റീഡിങ്സിൽ പലതായിട്ടാണ് വായിക്കുക, എല്ലാറ്റിലും ഒരുപോലെയല്ല. ചുറ്റിലുള്ള കാർഡ്സൊക്കെ നോക്കിയിട്ടാണ് വായിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത് നിങ്ങൾക്കിപ്പോൾ സ്ലോ ആണെങ്കിലും ഇൻകം വൈസ് നിങ്ങൾക്ക് സ്ലോ ആണെങ്കിലും അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇതിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കരിയർ സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാവുന്ന സ്റ്റക്ക് സിറ്റുവേഷൻ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പ്രസൻറ്റിൽ ജീവിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പോസിബിളായി കിട്ടൂ. അല്ലെങ്കിൽ പാസ്റ്റിലോ അതുപോലെ ഫ്യൂച്ചറിലോ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ തന്നെ എനർജി സ്റ്റക്ക് ചെയ്യിപ്പിക്കുകയാണെന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. മീൻസ് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ട് അവർ തിരികെ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്നതാണ്. അവരായിട്ട് വരുന്നതല്ല, മേ ബി നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് പിന്നെയും ആ ഒരു റിലേഷൻഷിപ്പ് ഒരു റീകണക്റ്റ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ വരുന്നതല്ല, നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ആ ഒരു ഇതിലോട്ടേക്ക് റീകണക്റ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു പാസ്റ്റിൽ നിന്നൊരു റിട്ടേൺ ഇവിടെ കാണിക്കുന്നുണ്ട്. പാസ്റ്റിലെ ഒരാൾ നിങ്ങൾക്ക് അത്രയും, ഈ 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളെയാണ് ഇവിടെ കാണിക്കുക. മീൻസ് നമുക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാം, അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെയാണ് അവർ. അതായത് കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ മാത്രമേ നിങ്ങൾ പരിചയം ഉണ്ടാവും, പക്ഷെ കുറേ കാലത്തേക്ക് അറിയാമെന്നുള്ളൊരു തോന്നൽ ചിലരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് 6 ഓഫ് കപ്സ് പാസ്റ്റ് ലൈഫിനെയൊക്കെ കാണിക്കുന്നതാണ്. മേ ബി നിങ്ങൾക്ക് തമ്മിൽ മുൻജന്മ ബന്ധം ഉണ്ടാവാം. അപ്പോൾ ആ ഒരു മുൻജന്മ ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ തമ്മിൽ അത്രയും കണക്റ്റഡ് ആയിരിക്കാം. അങ്ങനെയുള്ള അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പിനെയാണ് 6 ഓഫ് കപ്സ് കാണിക്കാറ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് അവരിപ്പോൾ ഇല്ലെങ്കിൽ അവർ റീകണക്റ്റ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും ഒരു കണക്ഷനിലേക്ക്, ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനിലേക്ക് വരുന്നതായിട്ടും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ ചിന്താരീതികളും എല്ലാം തന്നെ, നിങ്ങളുടെ പ്രവൃത്തി ആയാലും എന്തായാലും കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു റീബേർത്ത് നിങ്ങളിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്പിരിച്വൽ ഗ്രോത്ത്, നിങ്ങൾക്കൊരു സ്പിരിച്വൽ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓവർ തിങ്കിങ് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓവർ തിങ്കിങ് കുറച്ച് ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാൻ നോക്കുക. എന്താണോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കാൻ നോക്കുക. അപ്പോൾ ആ സമയത്ത് ഓവർ തിങ്കിങ് ഒക്കെ നിങ്ങൾക്ക് ബ്ലോക്കാണ്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സറണ്ടർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മീൻസ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ അനുസരിച്ച് പോകാൻ പറ്റും. അതല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ നടക്കുന്ന സമയമല്ല ഇത്. എന്താണോ പ്രകൃതി തീരുമാനിച്ചിരിക്കുന്നത് അത് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കാൻ പോകാതെ പ്രകൃതിൻ്റെ ഫ്ലോ എന്താണോ അതിനനുസരിച്ച്, നിങ്ങളുടെ ലൈഫിൻ്റെ ഫ്ലോ എന്താണോ അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ്. എന്തായാലും അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ വരാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ചില മേഖലയിൽ ചില അനുഭവങ്ങൾ